ഇതെന്താ? ഇത് നെയ്യല്ലേ? ഇത് അപ്പ രോഗികൾക്ക് കൊടുക്കണ മരുന്നാ. അപ്പൊ നെയ്യ് കഴിച്ച കൊളസ്ട്രോൾ വരൂലേ? കുഞ്ഞൂസ് ചോദിച്ച ചോദ്യം പല രോഗികളും അപ്പ ഇത് എഴുതി കൊടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്. ശരിക്കും അപ്പ പറയണ മാതിരി കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒന്നും വരില്ല. അതെന്താ? അതെ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എല്ലാരും കേൾക്കണം കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാ. പലപ്പോഴും ആയുർവേദ ഡോക്ടർമാര് രോഗികൾക്ക് നെയ്യ് എഴുതി കൊടുക്കുമ്പോൾ അവർ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കൊച്ചു ചോദിച്ചത്. ശരിക്കും ആയുർവേദ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം നെയ്യ് കഴിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. പ്രത്യേകിച്ച് ക്രോണിക് ആയിട്ടുള്ള സ്കിൻ ഡിസീസിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യ് കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഈ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുവോ, ഫാറ്റി ലിവർ വരുമോ, ബ്ലോക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് പലപ്പോഴും രോഗികൾ ഇതിനോട് വിമുഖത കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ആയുർവേദ രീതിയിൽ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നെയ്യ് എന്നതിന് ആയുർവേദത്തിൽ ഘൃതം എന്നാണ് പറയുന്നത്. നെയ്യ് കഴിപ്പിക്കുന്നതിനെ ഘൃതപാനം എന്നാണ് പറയുന്നത്. ഇവിടെ ഘൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ്റെ പാല് തൈരാക്കി അതിൽ നിന്ന് വെണ്ണ കടഞ്ഞു മാറ്റി അത് ഉരുക്കിയെടുക്കുന്നതാണ് നെയ്യ്. അതല്ലാതെ നമ്മൾ വെട്ടുനെയ്യ് എന്ന് പറയുന്ന ആനിമൽ ഫാറ്റ് അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നെയ്യ്. ശസ്ത്രം ധീ സ്മൃതി മേധ ബല അഗ്നി വായു എന്ന് തുടങ്ങുന്ന 5-6 വരികളിലൂടെയാണ് നെയ്യുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആയുർവേദത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതായത് ബുദ്ധി ഉണ്ടാക്കാനും ഓർമ്മശക്തിയെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബലത്തെയും അഗ്നിബലത്തെയും കൂട്ടാൻ, അതായത് ഡൈജഷനെയും അബ്സോർഷനെയും ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നെയ്യ് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഔഷധങ്ങൾ നെയ്യുടെ മീഡിയത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം തിക്തഘൃതം, മഹാതിക്തഘൃതം, ധന്വന്തരം ഘൃതം തുടങ്ങിയ ധാരാളം ഔഷധങ്ങൾ. ആയുർവേദത്തിൽ ചികിത്സാർത്ഥം 2 രീതിയിലാണ് നെയ്യ് കഴിപ്പിക്കുന്നത്. ഒന്ന് ഹൈ ഡോസ് ഫോർ ഷോർട്ട് ഡ്യൂറേഷനും മിനിമൽ ഡോസ് ഫോർ ലോങ് ഡ്യൂറേഷനും. ഇതിൽ ഹൈ ഡോസ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ശോധനാർത്ഥം ചെയ്യുന്ന ഘൃതപാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5-6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഹൈ ഡോസിൽ നെയ്യ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അവസാനം പഞ്ചകർമ്മ ശോധന ചികിത്സയായിട്ടുള്ള വിരേചനം, വയറിളകുക അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കുക, വമനം, ഇതോടുകൂടിയാണ് ആ കോഴ്സ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഈ തരത്തിൽ നെയ്യ് കൊടുക്കുമ്പോൾ ഈ ലിപിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊളസ്ട്രോളിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി നടന്നിട്ടുണ്ട്. അതൊരു പബ്മെഡ് ഇൻഡെക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സ്റ്റഡിയാണ്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ആളുകളിൽ നടത്തിയ പഠനത്തിൽ ഇതിൻ്റെ വന്ന ഔട്ട്കം എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോളിലും അതുപോലെ തന്നെ LDL-ലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ ട്രൈഗ്ലിസറൈഡിലും അതുപോലെ തന്നെ വെയിറ്റും കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിൽ നെയ്യ് കഴിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു ആശങ്കയ്ക്കും വകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു മിനിമൽ ഡോസ് ഫോർ ലോങ് ഡ്യൂറേഷൻ. ഇതിന് ശമന ഘൃതപാനം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തും കൊളസ്ട്രോളിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ള സ്റ്റഡി വന്നിട്ടുണ്ട്. അതും ഈ പബ്മെഡ് ഇൻഡെക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ചേക്കുന്നതാണ്. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഏകദേശം 35 ഗ്രാമോളം പെർ ഡേ കൊടുത്ത് ഒരു 6 ആഴ്ചയോളം നടത്തിയ പഠനത്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ ടോട്ടൽ കൊളസ്ട്രോളും LDL-ലും ട്രൈഗ്ലിസറൈഡും കുറഞ്ഞതായിട്ട് കാണുകയും എന്നാൽ HDL കൊളസ്ട്രോൾ കൂടിയതായിട്ടും കണ്ടിട്ടുണ്ട്. അതായത് നല്ല കൊളസ്ട്രോൾ കൂടുകയും എന്നാൽ പ്രശ്നമുള്ളതെല്ലാം കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ തെറാപ്യൂട്ടിക് രീതിയിൽ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നെയ്യ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും കൊളസ്ട്രോൾ ലെവൽ താഴ്ന്നതായിട്ടാണ് നമുക്ക് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ എപ്പോഴാണ് നെയ്യ് പ്രശ്നക്കാരനായി വരുന്നത്? ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അളവിൽ കുറേ നാൾ കഴിക്കുമ്പോൾ മാത്രമാണ് നെയ്യ് പ്രശ്നമായിട്ട് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കഴിക്കുന്നില്ല. പലപ്പോഴും സ്നാക്സിന്റെ ഭാഗമായിട്ടും സ്വീറ്റ്സിന്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിലൊക്കെ ധാരാളം നെയ്യ് ചേർത്ത് വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു, പ്രത്യേകിച്ച് ഈ നെയ്യുടെയും സ്വീറ്റിന്റെയും കോമ്പിനേഷൻ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കൊളസ്ട്രോളും അമിതവണ്ണവും ഫാറ്റി ലിവറും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തെറാപ്യൂട്ടിക് ആവശ്യത്തിന് നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെയ്യ് കഴിപ്പിക്കുക, ഘൃതപാനം എന്ന് പറയുന്ന ആയുർവേദ ചികിത്സാ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുടെ പൂർണ്ണമായ ശമനത്തിന് ഈ ചികിത്സാ രീതി വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ നിങ്ങൾക്ക് ഒരു നെയ്യ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവും വരാൻ പോകില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.